നമുക്കിനി നെറ്റ്വർക്കുകളെ ജിയോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് പലതായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് ലാന്, അതുപോലെ തന്നെ ക്യാന്, മാൻ, വാൻ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് തുടങ്ങിയ രീതിയിൽ നമുക്ക് പലതായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലാൻ എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അതായത് നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓഫീസിനകത്തുള്ള നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തുള്ള നെറ്റ്വർക്കിനെയൊക്കെ നമുക്ക് ലാൻ എക്സാമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ കുറേ കമ്പ്യൂട്ടറുകളുണ്ടാവും അല്ലേ. ആ കമ്പ്യൂട്ടറുകളൊക്കെ നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസുമായിട്ട് നമുക്ക് ഇൻ്റർകണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പ്രിൻ്ററുമൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെർവറുകളൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഓഫീസിനകത്തുള്ള എന്തെല്ലാം ഡിവൈസുകളാണെങ്കിലും അവയെല്ലാം നമുക്കൊരു ലാനാണെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ഡിവൈസുകളെല്ലാം സെയിം ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു ഓഫീസിനകത്തുള്ള നെറ്റ്വർക്കിനെ നമുക്ക് ഒരു ലാനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ഓഫീസ് നെറ്റ്വർക്കിന് നമുക്ക് ലാനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് എന്താണെന്ന് ക്യാൻ എന്താണെന്ന് നോക്കാം. ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെയോ ഒരു ഹോസ്പിറ്റലിൻ്റെയോ എന്തിൻ്റെയാണെങ്കിലും ക്യാമ്പസ് എടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്താ? പല പല ബിൽഡിംഗ് ബ്ലോക്കുകളുണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. ഈ ബിൽഡിങ്ങിനെ നമുക്ക് ബിൽഡിങ് 1 എന്ന് വിളിക്കാം. ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടല്ലേ. അപ്പോൾ ഈ നെറ്റ്വർക്ക് നമുക്ക് ലാൻ 1 എന്ന് വിളിക്കാം. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്, അതിനെ നമുക്ക് ബിൽഡിംഗ് 2 എന്ന് വിളിക്കാം. ബിൽഡിംഗ് 2. അതുപോലെ അതിനെ നമുക്ക് ലാൻ 2 എന്ന് കൺസിഡർ ചെയ്യാം. അടുത്തത് ലാൻ 3, അതായത് ബിൽഡിംഗ് 3 ഉണ്ട്, അതിനെ നമുക്ക് ലാൻ 3 എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഉള്ള നെറ്റ്വർക്കിനെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പസിനകത്തുള്ള നെറ്റ്വർക്കിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാനായിട്ട് സാധിക്കും? ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ളതിനെ നമുക്ക് ഒരു ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. എന്ത് വേണമെങ്കിലും ക്യാമ്പസ് ആവും, എന്തിൻ്റെ വേണമെങ്കിലും ക്യാമ്പസ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള നെറ്റ്വർക്കിന് നമുക്ക് ക്യാൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് വരുമ്പോഴത്തേനും നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് മാൻ എന്താണെന്ന് നോക്കണം. മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം സിറ്റികളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിനാണ് പ്രധാനമായിട്ടും മാൻ എന്ന കാറ്റഗറിയിൽ പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ഒരു ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ച് ഒരു സിറ്റിയിലുണ്ട്. ഇത് മെയിൻ ബ്രാഞ്ചാണ്. ഓക്കെ. ഈ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിനെ നമുക്ക് അതിൻ്റെ അടുത്തടുത്ത ബ്രാഞ്ചുകളുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആ സിറ്റി ലിമിറ്റിൽ തന്നെയാണ് അടുത്ത ബ്രാഞ്ചുകളൊക്കെ തന്നെ ഉള്ളത്. അത് ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3 എന്നൊക്കെ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ റേഡിയസിലായിരിക്കും നോർമലി ഇതുപോലത്തെ ഉള്ള നെറ്റ്വർക്ക് ഉണ്ടാകുന്നത്. നോർമലി എത്രയാണ്? 50 കിലോമീറ്റർ റേഡിയസാണ് അതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ലാനിനേക്കാളും വലുതും, അതായത് ക്യാനിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു ലാനാണ് ഇതെന്ന് പറയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നെറ്റ്വർക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ഈ പല പല ബ്രാഞ്ചുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തുള്ള സിറ്റി ലിമിറ്റിലുള്ള ആ നെറ്റ്വർക്കിനെ നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നല്ല ഡിസ്റ്റൻസിൽ ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇപ്പം എനിക്കൊരു ഓഫീസ് ഉണ്ടെന്ന് കരുതുക. എവിടെയാണ്? ഇപ്പം കോട്ടയത്തൊരു ഓഫീസ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ.
ഈ കോട്ടയത്ത് ഓഫീസിൽ കുറേ കമ്പ്യൂട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വിച്ചൊക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി എനിക്ക് മറ്റൊരു ബ്രാഞ്ച് ഓഫീസുള്ള അല്ലെങ്കിൽ ഓഫീസുള്ള എവിടെയാണ്, എറണാകുളത്താണെന്ന് കരുതുക. അപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ഈ എറണാകുളവും കോട്ടയം തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഇല്ലേ? അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾക്ക് കേബിള് നമ്മൾക്ക് വലിക്കാൻ സാധിക്കില്ല സ്വന്തമായിട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേബിള് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ISPനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. അതായത് വാൻ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ISPനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റൗട്ടർ വേണം. നമ്മുടെ ലാനിൽ സ്വിച്ചുമായിട്ട് നമുക്ക് ഈ റൗട്ടറിൻ്റെ ഒരു ഇൻ്റർഫേസ് കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ബ്രാഞ്ചിലുള്ളതും നമുക്ക് അവിടെയും റൗട്ടർ വേണം. അതും റൗട്ടറും സ്വിച്ചുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അതായത് ഇത് LAN 1 ആണെന്ന് കരുതുക, ഇത് LAN 2. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കേബിൾ കണക്ടിവിറ്റി ആര് പ്രൊവൈഡ് ചെയ്യും? ISP പ്രൊവൈഡ് ചെയ്യും, ഇത്ര നല്ല ഡിസ്റ്റൻസിൽ. ഓക്കെ, അപ്പോൾ ഇത്ര നല്ല ഡിസ്റ്റൻസിൽ ഈ കണക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ അറിയാം? വാൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നോർമലി വാൻ കണക്ടിവിറ്റിക്ക് നമ്മൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് MPLS എന്ന് പറയുന്ന രീതിയിലുള്ള കണക്ഷൻ കിട്ടും. അതല്ലെങ്കിൽ മെട്രോ എന്ന് പറയുന്ന കണക്ഷൻ കിട്ടും. ഇനി ഇതൊന്നും നമുക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ട് നമുക്കിതുവഴി VPN ക്രിയേറ്റ് ചെയ്തും നമുക്ക് രണ്ട് ബ്രാഞ്ചുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് LAN, CAN, MAN, WAN തുടങ്ങിയവയാണെന്ന് പറയാം. അതായത് ഇപ്പം ഈ എറണാകുളം ബ്രാഞ്ചിലുള്ള ഒരു യൂസറിന് ഫേസ്ബുക്ക് ആക്സസ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് വേണം. ആ ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് റൗട്ടറിൻ്റെ അടുത്ത ഇൻ്റർഫേസ് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ISPയുമായിട്ടാണ് കണക്റ്റ് ആക്കുന്നത്. ഓക്കെ, ISP ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ BSNLുമായിട്ട് കണക്റ്റ് ആവുന്നു. ഓക്കെ, BSNLുമായിട്ട് കണക്റ്റ് ആവുന്നു. BSNLിൽ നിന്ന് അത് അടുത്തടുത്ത ISPകളുമായിട്ട് കണക്റ്റ് ആവുന്നു. അതായത് ഇപ്പോൾ ഇയാൾക്ക് ഫേസ്ബുക്കാണ് എടുക്കേണ്ടതെന്ന് കരുതുക, ഫേസ്ബുക്ക്. അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ സെർവർ വേറൊരു ISPയുടെ കീഴിലായിരിക്കും അന്ന് കരുതുക. അതായത് ഇപ്പോൾ എവിടെയാണ്, പോളണ്ടിലോ ആണ് അതിൻ്റെ സെർവർ എന്ന് കരുതുക. അപ്പോഴത്തേനും BSNL അവിടം വരെ ആക്സസ് കിട്ടാനായിട്ട് പല ISPകളുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ BSNL അടുത്ത ISPയുമായിട്ട് കണക്റ്റ് ആവുന്നു. അതായത് എക്സാമ്പിളായിട്ട് STC ആയിട്ട് കണക്റ്റ് ആവുന്നു. അങ്ങനെ പല ISP വഴി കണക്ട് ചെയ്ത് ഈ അവസാനം ഫേസ്ബുക്ക് സെർവർ എവിടെയാണ് ഇരിക്കുന്നത് ആ ഫേസ്ബുക്ക് സെർവറിനെ കോൺടാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫേസ്ബുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും മറ്റൊരു രാജ്യത്തിരിക്കുന്ന ഫേസ്ബുക്ക് സെർവറിനെ നമ്മൾക്ക് ഇപ്പോൾ എറണാകുളത്തെ ലാനിലിരുന്നുകൊണ്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലേ. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിക്കും വളരെ ഡിസ്റ്റൻസിലുള്ള കണക്ടിവിറ്റിക്കും നമ്മൾക്ക് ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ലാൻ്റെ, ക്യാൻ്റെ, മാൻ്റെയും വാൻ്റെയൊക്കെ കോമ്പിനേഷനാണ് ഇൻ്റർനെറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.